ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. മോളെന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? മോളെന്നോട് ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ. എന്തു പറ്റി? അല്ല, എന്താ മോളെ നിന്റെ പ്രശ്നം? എനിക്ക് ജയനാങ്കളിനെ ഇഷ്ടമല്ല. ജയനാങ്കളി ചീത്തയാ. ചടങ്ങിന് സമയമായി. മനോജ് ഇരുന്നോളൂ. മോളെ, അല്ല, ഞാൻ വർഷാന്റിയുടെ ചടങ്ങിന് വന്നതാ. അതിന് എനിക്കെന്ത് വേണം? അല്ല, മോളെന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? മോളെന്നോട് ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ. എന്തു പറ്റി? അല്ല, എന്താ മോളെ നിന്റെ പ്രശ്നം? എനിക്ക് ജയനാങ്കളിനെ ഇഷ്ടമല്ല. ജയനാങ്കളി ചീത്തയാ. മോളെ, എന്റെ അച്ഛനെ കൊന്നത് ജയനാങ്കളാ. എന്റെ അച്ഛമ്മ മരിച്ചത് ജഗനാങ്കളിനെ കാറിടിച്ച. വേണ്ട, എന്നെ അങ്ങനെ വിളിക്കണ്ട. എനിക്ക് കാണണ്ട ജഗനാങ്കളിനെ. എന്റെ അച്ഛനും അച്ഛമ്മയും ജഗനാങ്കളിനോട് എന്ത് തെറ്റാ ചെയ്തത്? പാവായിരുന്നു എന്റെ അച്ഛൻ. ദിയമളെ വലിയ ഇഷ്ടമായിരുന്നു. ആ അച്ഛനെയാ ജഗനാങ്കളി കൊന്നത്. എനിക്ക് കാണണ്ട, പൊക്കോ എന്റെ മുന്നീന്ന്. വീടിനകത്ത് ബെഡ്റൂമിൽ സിഗരറ്റ് വെച്ചാൽ അപ്പ സൂയിത്ര എടുത്ത് പുറത്തു കളയും. മുറിയിൽ എവിടെയെങ്കിലും ഒളിപ്പിച്ചു വെക്കാന്ന് വെച്ചാല്
ആ കുരുത്തം കെട്ട ചെക്കൻ ഗോകുലെടുത്ത് അമ്മയെ ഏൽപ്പിക്കും. ഇനി പാത്തും പതുങ്ങി എങ്ങാനും ആ വൃത്തികെട്ട ചെക്കൻ വലി തുടങ്ങിയോ? കാലം പഴച്ച കാല, വിശ്വസിക്കാൻ പറ്റില്ല. അവൻ കുരുത്തം കെട്ടവനാ, അവൻ അതും ചെയ്യും, അതിന്റെ അപ്പുറവും ചെയ്യും. പുറത്തിറങ്ങി വലിക്കേ നിവർത്തിയുള്ളൂ. പ്രകാശ, എന്താ ഇവിടെ നിൽക്കുന്നത്? ഇതാരത്? നെടുമങ്ങാട് രമേശോ? അതെ, അന്ന് നിന്നെ സ്റ്റേഷൻ അടുത്ത് വെച്ച് കണ്ടപ്പോ എനിക്ക് ചോദിക്കാൻ പറ്റിയില്ല. ഏതായാലും ഇപ്പൊ കണ്ടത് നന്നായി. നമുക്കേ ആ അമ്മച്ചിയുടെ കടയിൽ നിന്ന് ചായ കുടിക്കാം, വാ. ഞാനിപ്പോ ഒരു ചായ കുടിച്ചതേ ഉള്ളൂ. എന്നാലേ നമുക്കേ അങ്ങോട്ട് മാറി നിന്ന് സംസാരിക്കാം, നീ വാ. വാടാ. ഞാൻ മോളെ, ജഗന് വരാനുള്ള അനുമതി കിട്ടിയോ? അതെങ്ങനെ? കോടതിയിലെ റിമാൻഡിന്റെ കാലാവധി കഴിഞ്ഞിട്ടില്ലല്ലോ, പിന്നെങ്ങനെയാ? അതൊക്കെ ഞാൻ വിശദമായിട്ട് പിന്നീട് പറയാം. ഞാൻ വന്നത് ചടങ്ങിൽ പങ്കെടുക്കാൻ മാത്രമല്ല, വന്ദനയും നിയമോളെയും കാണാൻ കൂടിയാ. നിയമോക്ക് ഞാനിപ്പോ അവളുടെ അച്ഛനെയും അച്ഛമ്മയും കൊന്ന കൊലപാതക. അങ്ങനെ അവളുടെ കാഴ്ചപ്പാട്. അവളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, കുഞ്ഞു മനസ്സല്ലേ. അവളുടെ മനസ്സിന് ആഴത്തിൽ പതിഞ്ഞ മുറിവ് അത്ര പെട്ടെന്നൊന്നും മാറ്റി കളയാൻ പറ്റില്ല. ജഗൻ കുറ്റമേറ്റ ഷോക്കില. ഞാൻ ഇപ്പോഴും പോലീസ് സ്റ്റേഷനിൽ ഞാനാണ് കുറ്റക്കാരനെന്ന് പറഞ്ഞപ്പോ എന്നെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടത് വന്ദനയായിരുന്നു. അത് മറന്നോ? ഇല്ല, കൊലയാളി ആരായാലും ശിക്ഷിക്കപ്പെടണമല്ലോ. ഞാൻ മനഃപൂർവ്വം അയാളെ കൊന്നതാണെന്ന് വന്ദന വിശ്വസിച്ചു അല്ലേ? വിശ്വസിച്ചിരുന്നില്ല. പക്ഷെ ജഗൻ കുറ്റം സമ്മതിച്ചപ്പോ എന്റെ മനസ്സ് മരവിച്ചു പോയി. എനിക്ക് മരവിപ്പൊന്നും തോന്നില്ല. കാരണം അറിഞ്ഞുകൊണ്ട് ഞാൻ ആരെയും കൊന്നിട്ടില്ല. എന്റെ സംശയങ്ങൾ ഇനിയും പലതും ബാക്കിയുണ്ട്. മനസ്സ് തുറന്നുള്ള ഒരു പറച്ചിലിന് മാത്രം എന്റെ സംശയങ്ങളെ തീർക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വിശ്വാസയോഗ്യമായ കാരണങ്ങൾ ബോധ്യപ്പെടണം. അതിന് കുറച്ച് സമയമെടുക്കും. അതുവരെ ഞാൻ ക്ഷമയോടെ കാത്തിരിക്കാം. ധീമളുടെ കുഞ്ഞു മനസ്സാ, അത് വല്ലാതെ നൊന്ത് കഴിഞ്ഞു. ആര് ക്ഷമിച്ചാലും ധീമള് ഒന്നും അത്ര പെട്ടെന്ന് മറക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അറിയാം, ശാപം പിടിച്ചൊരു ജന്മായി പോയിന്റേത്. വന്ദനെ, എന്റെ മനസ്സസ്വസ്ഥ. എനിക്ക് ഉടനെ മടങ്ങണം.